ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ യമാലിനെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഫ്രീ ട്രയൽ. എന്തായാലും രണ്ടാമത്തെ ഫ്രീ ട്രയൽ നമുക്ക് അങ്ങനെ യമാലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ നമ്മൾ യമാലിനെ ഇറക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് മെസ്സിനെ സബ് ചെയ്തിട്ട് ഇറക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്താ പറയുക ഗൈസ്, ജസ്റ്റ് ഒന്ന് ഇതിനെ താഴെ കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, യമാലിനെ എങ്ങനെ കളിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ നൈസ് ഒരു ഫോർമേഷൻ തന്നെയാണ്. 4-1-3-2. സല, ബെല്ലിംഗം, വിനീഷ്യസ് ജൂനിയർ, സണ്ണ്, കുറച്ച് സീനുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ജേഴ്സി മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ മാച്ചിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഗൈസ് എന്താ പറയുക, നമ്മുടെ ഈ ഫുട്ബോൾ 2025 പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു ജസ്റ്റ് വീഡിയോ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, നമുക്കിപ്പോൾ ഏകദേശം എന്താ പറയുക, ഇപ്പോൾ കൊനാമി ചെറുതായിട്ടൊരു ചെറിയ പണിയൊന്നും, കാരണം ഡെയിലി ബോണസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോയിൻ നമുക്ക് കിട്ടുന്നില്ല ആർക്കും. ഒരു അന്നൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ 10 രൂപ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച കയറി കഴിഞ്ഞാൽ 50 കോയിൻ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, ഇപ്പം യമാലിനെ കിട്ടാത്തവര് എന്താ പറയുക ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ നോക്കിയില്ലായിരുന്നു മറ്റേ മാച്ചിൽ. അതിൽ അർജന്റീന പാക്കും ഫ്രീ ഉണ്ട്, അതുപോലെ തന്നെ യമാൽ സ്പെയിൻ പാക്കിന്റെയും ഫ്രീ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ. അപ്പൊ നമ്മളിന്ന് കക്കർലേനെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഓപ്പോണ്ട് എന്തായാലും സെറ്റാണ്. നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്നൊക്കെ നല്ല വെയിലായിട്ടുണ്ട്. എന്താ പറയാ, മഴയൊക്കെ ഒന്ന് മാറി അങ്ങനെ. അപ്പൊ നിങ്ങളവിടെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾ നമ്മുടെ വീഡിയോ എവിടുന്ന കാണുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. അവരുടെയാണ് ഫസ്റ്റ് ടച്ച്. ഓക്കെ, കണ്ടറിയാം. മാൻഡ്രിഡ്, എംബാപ്പെ, റോഡ്രി, ഈ റോഡ്രിയുള്ള ഓക്കെ, കേസ്മിറോ, നമ്മുടെ മറഡോണ, ജെറാഡ്, ഓക്കെ, വാൽവർഡെ, ഓക്കെ, മെസ്സി, എടാ ബെക്കംബർ, റോഡ്രിഗറെ പിടിക്കണം, അവിടെ പിടിക്കണേ, ബെക്കംബർ, എടാ മച്ചാനെ, ജെറാഡ്, ഓഫ് ഗൈസ്, നല്ലൊരു രീതിയിൽ വരികയായിരുന്നു. അപ്പോൾ തന്നെ എംബാപ്പേന്റെ ഓഫ് സൈഡ് ആയല്ലോ ഗൈസ്. നമ്മളെന്തായാലും ഇറക്കും യമാലിനെ. ഒരു ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ഇറക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഇറക്കും യമാലിനെ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു പാക്ക് തന്നെയാണ് നമ്മുടെ യമാൽ. സലിബ, എന്താടാ മുത്തുമണികളെ. ബെല്ലിംഗാം, കിമ്മിച്ച്. എന്തായാലും നമ്മൾ അറ്റാക്കിങ് കുറച്ച് മോശമാക്കരുത്, കാരണം റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്, ഇടയ്ക്കൊരു പ്രശ്നം. എടേ ഓഫ് ഇല്ല ഗൈസ്, കേസ്മിറോന്റെ ആദ്യത്തെ ഷോട്ടായിരുന്നു. എന്തായാലും കുറച്ച് സ്ട്രോങ് കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു ഇതായി പോയി തോന്നുന്നു. കിട്ടിയ ചാൻസ് നമ്മൾ മുതലാക്കിയില്ലെങ്കിൽ പണി പാടും ഗൈസ്. ഇതൊരു നല്ല ചാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എടാ എന്തുവാ, ഓക്കെ മാൻ. ഗോൾ. അപ്പോൾ 33-ാം മിനിറ്റ് നമ്മൾ ഫസ്റ്റ് ഗോൾ ഇട്ടിട്ടുണ്ട് മെസ്സിന്റെ. എന്തായാലും നൈസ് ഒരു പാസ് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നല്ലൊരു പാസ് കൊണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലാവരുത്, നമ്മൾ അടിച്ചതിന് തൊട്ട് പുറകുമാർ അടുപ്പിക്കാൻ സമ്മതിക്കരുത്. ആ ഒരു ലോങ് ഷോട്ട് നമുക്ക് എപ്പോഴും പ്രശ്നമാണ്. എന്നാൽ ഇതേപോലെ നമുക്ക് ഇനി മൂവ് ചെയ്യണം.
ഓക്കെ ഗൈസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളി വിട്ടു, അതാണ് ആ ടച്ച് അങ്ങ് പോണേ. അതാണ് റോഡ്രി. എടാ സമ്മതിക്കരുത്, എടാ ഏട്ടാ മിസ്, നമ്മുടെ ഗോളി പണി പാളി, ഞാൻ പറഞ്ഞില്ലേ. എടേ എന്തുവാടെ ഇങ്ങനെ. ഞാൻ എന്താ വെച്ചാൽ ഡെയിലി ഇപ്പൊ കളി, എന്താ പറയാ, ഇടയ്ക്കൊക്കെ കളി വിട്ടു പോകുന്നുണ്ട്, അതാണ് പ്രശ്നം. ജെറാഡ്, ഓക്കെ വാൽവെർഡെ, ഓക്കെ ബ്രോസ്, കിമ്മിച്ച്, എടാ ഇതുപോലെ വാ. ഓക്കെ ഗോൾ ഗൈസ്. അങ്ങനെ നമ്മള് രണ്ടാമത്തെ ഗോൾ എന്തായാലും അവന്മാർ ഇട്ടതിന് പുറകെ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ നൈസ് ഒരു വരവായിരുന്നു, എന്തായാലും അതുപോലെ കളിക്കണം ഗൈസ്. ഇതിപ്പോ അടിച്ചടിച്ച് അങ്ങനെ അടിക്കരുത്. റോഡ്രി എടേ ആ നല്ല മൂവ്. എന്റെ മോനെ സല, നല്ലൊരു ചാൻസ് നമ്മൾ വന്നായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്താ അവിടെ ഓക്കെ എന്തായാലും കുഴപ്പമില്ല. നമ്മളെന്തായാലും 2 ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു അവന്മാരെ കൊണ്ട് 1 ഗോൾ അടുപ്പിക്കാൻ പറ്റില്ലായിരുന്നു. എന്തായാലും ഷോട്ട് നോക്കുകയാണെങ്കിൽ 3 ഷോട്ട്, ഷോട്ട് ഓൺ ടാർഗറ്റ് 2. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സബിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ യമാലിനെ ഇറക്കിയാലൊന്നുണ്ട്, കുഴപ്പമില്ലാത്തൊരു അല്ലേ പ്ലെയർ ആണ്. എന്തായാലും യമാലിനെ, അതുപോലെ തന്നെ നമ്മൾ അൽവാരസിനെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും കേസ് നമുക്ക് നമ്മുടെ കക്കർലേനെ ഇറക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മെസ്സി ഓർ യമാൽ, നമുക്ക് ഈ യമാലിനെ ഇറക്കാം, കാരണം ചെക്കനൊന്ന് ഇറങ്ങിക്കോട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ എന്തായാലും മെസ്സി നമുക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്തു, എന്തായാലും യമാലിനെ ഇറക്കാം, കാരണം എങ്ങനെ ഗോൾ വരുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ ലൂയിസ് ഫിഗോ ഉണ്ട്. ഫോർഡിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പാക്ക് മാറ്റിയിരുന്നു കുറച്ച് കേട്ടോ ഗൈസ്. നമുക്ക് നോക്കിയോ, നമ്മുടെ ഓപ്പൺ എന്തായാലും സെറ്റാണ്, നമുക്ക് നോക്കാം, വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടച്ചാണ് എന്തായാലും. എംബാപ്പെ ടു ജെറാഡ്, ബെക്കംബർ. എൻ്റെ ആദ്യത്തെ മാച്ച് കേട്ടോ നമ്മുടെ. എടാ ഇങ്ങനെ ഒറ്റ അടിക്കല്ലേ, പണി പാളും. ഓക്കെ ബെക്കംബർ, ഓക്കെ യമാൽ, ഫസ്റ്റ് യമാലിൻ്റെ ബ്രോ. സല എടാ ഇത് അടുപ്പിക്കാൻ സമ്മതിക്കരുത്. എന്തൊക്കെ വന്നാലും അടുപ്പിക്കാൻ സമ്മതിക്കരുത്. ഓക്കെ എന്റെ മണിക്കുമാരോടെ ഫുൾ. എടാ സൺ എടാ സമ്മതിക്കരുത്, ക്രോസ് അടിക്കാൻ പോലും സമ്മതിക്കരുത്. എടാ ഹാവു ഗൈസ്, എന്തായാലും ഗോൾ പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് കളീൻ്റെ പൂരം. യമാൽ ഓഫ്. എടാ എന്താ ലേറ്റ് ഓഫ് ഗൈസ്, എന്തോ ഒരു ചെറിയ പ്രശ്നം. എടാ സണ്ണ്, എടേ നോക്കിക്കളി യമാൽ. ഇതെന്തോ ഗൈസ്, എന്തോ റേഞ്ച് ഇഷ്യൂ ഒന്നുമില്ലൊരു തടസ്സമുണ്ട്. എന്തായാലും നമുക്ക് സണ്ണ്. എടാ റോഡ്രിഗറെ മച്ചാനെ, എടാ ഇവന്മാരെന്ത് കാണിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ ടൈം ടു ബാക്ക്. Oof.
ഓ എൻ്റെ മോനെ ഗൈസ് ഗോൾ ഇട്ടിട്ടുണ്ട് എന്തായാലും. യമാലിന്റെ ഒരു കിക്ക് ഗൈസ് നൈസായിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഗൈസ് ഇനി നമുക്ക് സബിലേക്ക് കിടക്കാം. എന്തായാലും യമാൽ വന്നതിന് നമുക്കൊരു ഗുണമുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്കിനി മെല്ലെ നമ്മുടെ അൽവാരസിനെ ഇറക്കാം, അതുപോലെ തന്നെ ബ്രൂണോയിനെ ഇറക്കാം. ഇനി നമുക്ക് എത്ര സബുണ്ട്? ഒരു സബും കൂടി ലെഫ്റ്റ് ഉള്ളൂ. എന്തായാലും റാഷ്ഫോർഡിനും കൂടെ നമുക്ക് ഇറക്കിയതിന് ശേഷം നമുക്കൊരു കുഴപ്പമില്ല. അറ്റാക്കിങ് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫ്രണ്ട് പോയാലും ബാക്ക് പോയിരുന്നതാണ്. എന്തായാലും മാർഗിനസ് ഒന്നും ഇല്ല. നമ്മൾ അറ്റാക്ക് ഡിഫൻസ് കുറച്ച് വെച്ചിട്ടില്ലല്ലോ ഗൈസ്, ഫുള്ള് ഫോർവേഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. നമ്മുടെ ഓപ്പോണന്റ് എന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ യമാലിനെ ഇറക്കിയത് നമ്മുടെ ഒരു നല്ല ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. യമാലി കാരണം നമുക്കൊരു ഗോളും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ മാച്ചിലേക്ക് തിരിച്ചു പോകുന്നു ഗൈസ്. ഇങ്ങനെയാണ് കളി. റോഡ്രിഗോ അവർ റോഡ്രിഗോനെ ഇറക്കിയിട്ടുണ്ട്. എംബാപ്പയ്ക്ക് റോഡ്രി. ഓക്കെ ഓക്കെ യമാൽ എൻ്റെ മോനെ സ്ലൈഡൊക്കെ ചെയ്യുന്ന ചെക്കനാണ് സീനാട്ടോ. ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ മാച്ച് നമ്മുടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു നൈസ് മാച്ച് ആയിരുന്നു. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ 3 ഗോളുകൾക്ക് ജയിച്ചിട്ടുണ്ട്. എന്തായാലും യമനിൽ ഇറക്കുന്ന ഗുണമുണ്ട്. ഓക്കെ ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി മാച്ച് ആയിരുന്നു ഗൈസ്. എന്തായാലും ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ 4 ഷോട്ടുണ്ട്. ഷോട്ട് ഓൺ ടാർഗറ്റ് 3 ഉണ്ട്, ഫൗള് നമുക്ക് 2 ഉണ്ട്, ഓഫ് സൈഡ് 1. കോർണർ കിക്കുകൾ എന്തായാലും ഈ മാച്ചിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.